Hi friends, welcome to Entry Commerce. ഇന്ന് നമ്മൾ ഇൻകം ടാക്സിലെ ഒരു പ്രത്യേക സെക്ഷനെ പറ്റിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ടാക്സ് ഫയൽ ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. കൂടുതൽ ആൾക്കാരും വെറീഡ് ആകുന്ന ഒരു സംഭവമാണ് ഈ ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് കിട്ടുക എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ എന്താണ് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്? നമ്പർ 1, വൈ ദിസ് അവയർനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് നോട്ടീസിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ആർക്കൊക്കെ അത് കിട്ടും എന്ന കാര്യം എന്തിനാണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സേഫ് ആകാൻ പറ്റുക എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ വാട്ട് ക്യാൻ ട്രിഗർ ആൻ ഇൻകം ടാക്സ് നോട്ടീസ്. നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻകം ടാക്സ് നോട്ടീസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ടാക്കി തരുന്നത്. ആൻഡ് നമ്പർ 3, കോമൺ ട്രാൻസാക്ഷൻസ് ദാറ്റ് മേ അട്രാക്ട് നോട്ടീസസ്. ഏതൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടാനുള്ള ചാൻസ് കൂട്ടുന്നത്. ആൻഡ് ദെൻ ഹൂ റിപ്പോർട്ട്സ് ദീസ് ട്രാൻസാക്ഷൻ. നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആരാണ് IT ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നത്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ യു ക്രോസ് ദീസ് ലിമിറ്റ്സ്. ഓരോ ട്രാൻസാക്ഷനും ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിരിക്കുന്ന ഒരു ത്രെഷ്ഹോൾഡ് ഉണ്ട്. ഈ ത്രെഷ്ഹോൾഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം. ദെൻ ഹൗ ടു സ്റ്റേ സേഫ്. ഇങ്ങനെയുള്ള ഇൻകം ടാക്സ് ഇഷ്യൂസിൽ നിന്നോ അല്ലെങ്കിൽ നോട്ടീസുകൾ കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ പ്രിക്കോഷൻ എടുക്കാം. വൈ ക്യാഷ് ട്രാൻസാക്ഷൻ അട്രാക്ട് ദീസ് കൈൻഡ് ഓഫ് നോട്ടീസസ്. നമ്മൾ ലിക്വിഡ് ക്യാഷിൽ ഡീലിങ്സ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നോട്ടീസ് കിട്ടാനുള്ള ചാൻസുകൾ കൂടുന്നത്. ആൻഡ് ദെൻ നമ്മുടെ വെർച്വൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൻ്റെ അത് കൈകാര്യം ചെയ്യുന്ന ലീഗൽ സെഷൻസ് ഏതൊക്കെയാണ്. ആൻഡ് ദെൻ ദി കൺക്ലൂഷൻ സെക്ഷൻ. സോ മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് വൺ, വൈ ദിസ് അവയർനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയമാണ്. പലപ്പോഴും പല ആൾക്കാരും ഇൻറ്റൻഷനലി അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇൻകം ഒക്കെ പ്രോപ്പറായിട്ട് ഡിക്ലെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് കാണിക്കാതിരിക്കുക. ആ രീതിയിൽ ഒരു മിസ്മാച്ച് വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നോട്ടീസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഗ്രോയിങ് സർവീലൻസ് ഓൺ ഹൈ വാല്യൂ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള മിസ്മാച്ചുകൾ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാത്ത ഇൻകം, ഹൈഡ് ചെയ്യുന്ന ഇൻകം, അതുമേലൊക്കെ ഒരുപാട് നിരീക്ഷണങ്ങൾ ഇപ്പോൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് കിട്ടാനുള്ള ചാൻസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസും നിയമങ്ങളും. ആൻഡ് ദെൻ മിസ്മാച്ച് ബിറ്റ്വീൻ ഇൻകം ആൻഡ് സ്പെൻഡിങ് ട്രിഗേഴ്സ് സ്ക്രൂട്ടണി. നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകവും മറ്റൊരു ഏജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇൻകവും തമ്മിലൊരു മാച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഡീലറോ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകത്തിന്മേൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ജെനുവിൻ ടാക്സ് പേയേഴ്സ് മേ റിസീവ് നോട്ടീസസ്. നമ്മൾ കൃത്യമായിട്ടും പ്രോപ്പറായിട്ടും ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് നോട്ടീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ചില സമയത്ത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും നോട്ടീസ് അയക്കുന്നത്. അതിനകത്ത് പാനിക് ആകാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ അവയർനെസ് ഹെൽപ്സ് ടു അവോയ്ഡ് ട്രബിൾ. നമുക്ക് ഒരിക്കലും നിയമം അറിയില്ല എന്ന് പറയുന്ന ഒരു എക്സംഷൻ, ഒരു എക്സ്ക്യൂസ് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ക്യാൻ ട്രിഗർ ആൻ ഇൻകം ടാക്സ് നോട്ടീസ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുന്നത്? ഹൈ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോവൽസ്. നമുക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട്സിന് മേലെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ത്രെഷ്ഹോൾഡ് ഉണ്ട്. അതിനും കൂടുതൽ ഒരു വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യോ വിഡ്രോ ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യനുള്ള സാധ്യത അവിടെയുണ്ട്. ലക്ഷറി സ്പെൻഡിങ് ബിയോണ്ട് ഡിക്ലെയർഡ് ഇൻകം. നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകത്തിന്മേൽ അല്ലെങ്കിൽ അതിലും കവിഞ്ഞ് അതുമായിട്ട് മാച്ച് ചെയ്യാത്ത രീതിയിൽ ഒരു ലക്ഷറി സ്പെൻഡിങ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് പർച്ചേസസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കാനും അല്ലെങ്കിൽ മറ്റു രീതിയിൽ വില കുറച്ച് കാണിക്കാനൊക്കെ ഉള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നത് ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ഇൻകം ടാക്സിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും. ദെൻ ലാർജ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിനും ഒരു ത്രെഷ്ഹോൾഡ് ഉണ്ട്. ആ ത്രെഷ്ഹോൾഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതും ചെക്ക് ചെയ്യപ്പെടും. ദെൻ അൺറിപ്പോർട്ടഡ് ഇൻകം. കൂടുതലായിട്ട് നോട്ടീസ് കിട്ടാനുള്ളൊരു പ്രധാന പ്രശ്നം നമ്മൾ നമ്മുടെ ഇൻകംസ് ITR ഫയൽ ചെയ്യുമ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. റീസെൻ്റ് ആയിട്ട് സാലറി ഇൻകം മാത്രം കാണിക്കുകയും എന്നാൽ മ്യൂച്വൽ ഫണ്ടൊക്കെ റിഡീം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ഒളിച്ചു വെക്കുകയും ചെയ്യുന്നത് വഴി കുറേ ആളുകൾക്കൊക്കെ ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചതാണ്. ആൻഡ് ദെൻ കോമൺ ട്രാൻസാക്ഷൻസ്. നേരത്തെ പറഞ്ഞത് ഒരു ജനറൽ അവയർനെസ് ആയിരുന്നു. ഇനി പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ നോട്ടീസ് കിട്ടാൻ, ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടാനായിട്ട് നിങ്ങൾ വഴിതെളിക്കുന്ന ചില ക്യാഷ് ഡീലിങ്സ് എന്തൊക്കെയാണ്? നമ്പർ 1, ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ സേവിങ്സ് ഓർ FD അക്കൗണ്ട് മോർ ദാൻ 10 lakh an year. ഒരു വർഷത്തിൽ 10 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യോ വിഡ്രോ ചെയ്യുകയോ ചെയ്താൽ എല്ലാവർക്കും നല്ല സെലക്ട് ചെയ്യുന്ന റാൻഡം ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ സോഴ്സ് കാണിക്കാനായിട്ട്. ആൻഡ് നമ്പർ 2, ക്യാഷ് ഇൻ കറണ്ട് അക്കൗണ്ട്. 50 ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ നിങ്ങൾ ഡീലിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന ത്രെഷ്ഹോൾഡ് ആണ് 50 lakhs. അതിന് മേലെ ഡീലിങ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ആ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യപ്പെടാം. ആൻഡ് നമ്പർ 3,
പ്രോപ്പർട്ടി ഡീലിങ്സ് എബവ് 30 lakhs, അത് ഇമ്മൂവബിൾ ആയിട്ടുള്ള ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ ബിൽഡിങ്സ് വാങ്ങിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് 30 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ എക്സ്പെൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ദെൻ ക്യാഷ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് 1 lakh, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് 1 lakhന് മേലെയാണെങ്കിൽ, അപ്പം നമുക്ക് സംശയം തോന്നാം 1 lakhന് മേലെയൊക്കെ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ചെയ്തതല്ലേ. ഇത് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന ഇൻകവുമായിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്ന നിങ്ങളുടെ മറ്റൊരു ഡീലിങ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദെൻ നോൺ ക്യാഷ് കാർഡ് പേയ്മെൻറ്റ്സ് 10 lakh, നമുക്കിപ്പോൾ ഡെബിറ്റ് കാർഡുകളുണ്ട്, പ്രീപെയ്ഡ് കാർഡുകളുണ്ട്, അതിൽ 10 ലക്ഷത്തിന് മേലെ ഡീലിങ്സ് വന്നാൽ അതും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. മ്യൂച്വൽ ഫണ്ട് ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ക്യാഷ് 10 ലക്ഷം, 10 ലക്ഷത്തിന് മുകളിൽ മ്യൂച്വൽ ഫണ്ടിലോ ബോണ്ടുകളോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് സാധ്യത പ്രതീക്ഷിക്കാം. എല്ലാവർക്കും കിട്ടും എന്നല്ല പറയുന്നത്, ചിലർക്കെങ്കിലും റാൻഡമായിട്ട് സെലക്ട് ചെയ്യപ്പെടാം. ദെൻ ഫോറിൻ കറൻസി പർച്ചേസ് 10 ലക്ഷം, നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം നിങ്ങളുടെ ഫോറിൻ കറൻസി ഡീലിങ്സ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ നിരീക്ഷണ വലയത്തിലാകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദെൻ ഹൂ റിപ്പോർട്ട്സ് ദീസ് ട്രാൻസാക്ഷൻ, ഇൻറ്റൻഷനലി നമ്മളൊരു ഇൻകം ഹൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും, ഞാൻ പോലും അറിയാത്ത ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഞാൻ ഹൈഡ് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷൻ ആരാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡൊക്കെ ഇപ്പോൾ ലിങ്ക്ഡ് ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസിൽ എവിടെയെങ്കിലും നമ്മളാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്ര ഇൻകം ആണ് ഇയാൾ ട്രാൻസാക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇനി അത് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ ബാങ്കുകളാകാം, അതല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതും പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാം. മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആൻഡ് ദെൻ RBI ഓതറൈസ്ഡ് ഡീലേഴ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് ആ ട്രാൻസാക്ഷൻ എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവരും അത് റിപ്പോർട്ട് ചെയ്യും. ആൻഡ് ദെൻ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ഒബ്വിയസ്ലി, ആൻഡ് ദെൻ പ്രോപ്പർട്ടി രജിസ്റ്റേഴ്സ്, നമ്മൾ റിമൂവബിൾ പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ത്രെഷോൾഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്യാഷ് ഡീലിങ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടാം. ദെൻ വാട്ട് ഹാപ്പൻസ്, ഇനി ഇങ്ങനെ ഒരു ത്രെഷോൾഡ് നമ്മൾ ക്രോസ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന നിയമം വെച്ചിരിക്കുന്ന ത്രെഷോൾഡുകൾ നമ്മൾ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക, ഒരു നോട്ടീസ് കിട്ടുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. നമ്പർ 1, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മാച്ചസ് ദി ട്രാൻസാക്ഷൻ വിത്ത് യുവർ ഫയൽഡ് ITR, നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്ന ഇൻകം ടാക്സ് റിട്ടേണുമായിട്ടും ഈ പറയുന്ന റിപ്പോർട്ടഡ് ഡീലിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരൊന്ന് ആലോചിക്കും ഈ ആൾക്ക് നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും കാര്യം ഇതിനകത്തുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിനുശേഷം നോട്ടീസ് ഇഷ്യൂഡ് ഇഫ് മിസ്മാച്ച് ഫൗണ്ട്, ഇങ്ങനെ നമുക്ക് ഒരു രീതിയിലും അവർക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻകം എക്സ്പെൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ക്യാഷ് ഡീലിങ്സ് കണ്ടുപിടിക്കപ്പെട്ടാൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ചില ആളുകൾക്ക് നോട്ടീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ യു മേ ബി ആസ്ക്ഡ് ടു എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ദി ഇൻകം, നമ്മൾ അനധികൃതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഡിക്ലെയർ ചെയ്യാത്ത രീതിയിലൊരു ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് കാണിക്കാനായിരിക്കും ആദ്യം ആവശ്യപ്പെടുക. ദെൻ നോൺ റെസ്പോൺസ് മേ റിസൾട്ട് ഇൻ പെനാൽറ്റി, കൃത്യമായിട്ട് ഒരു ടാക്സ് റിപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ സേഫാണ്, അതല്ലാന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ലീഗൽ പണിഷ്മെൻറ്റ്സും പെനാൽറ്റി കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുക. ദെൻ ഹൗ ടു സ്റ്റേ സേഫ്, ഈ രീതിയിൽ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് കിട്ടാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം, കൃത്യമായ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നോട്ടീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവില്ല. ഒരു പക്ഷേ ഒമിഷൻസോ ക്ലറിക്കലായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സോ മാത്രമായിരിക്കും പിന്നെ ഒരു റീസൺ ഉണ്ടാവുക. ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് റെഗുലർലി ആൻഡ് ട്രൂത്ത്ഫുള്ളി, കൃത്യമായ രീതിയിൽ നിങ്ങളുടെ എല്ലാ ഇൻകവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതിപ്പോൾ സാലറി ഇൻകം മാത്രമല്ല, നമുക്ക് വേറെ ഏതൊക്കെ ഹെഡ്സിൽ നിന്നും ഇൻകം കിട്ടുന്നുണ്ടോ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക പ്രോപ്പറായിട്ട്. ആൻഡ് ദെൻ അവോയ്ഡ് ഹൈ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇഫ് നോട്ട് നെസസറി, ഒരിക്കലും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ലിക്വിഡ് ക്യാഷിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാതിരിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിലാണ്. കാരണം ബ്ലാക്ക് മണി ഡീലിങ്സും അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത് പൊതുവേ ലിക്വിഡ് ക്യാഷിലാണ്. ദെൻ മെയിൻറ്റെയിൻ പ്രൂഫ് ഓഫ് ലാർജ് പേയ്മെൻറ്റ്സ്, നമ്മൾ എന്തെങ്കിലും രീതിയിൽ ലാർജ് പേയ്മെൻറ്റ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കൃത്യമായിട്ടും അതിൻ്റെ ജെനുവിനിറ്റി തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം. യൂസ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഫോർ ട്രാൻസ്പെറൻസി, കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആക്കാൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിങ് വന്നാൽ തന്നെയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പാകത്തിൽ നമുക്കൊരു ഡിജിറ്റൽ ട്രാൻസ്പെറൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഓൾറെഡി അതിനകത്തൊരു പ്രൂഫ് ഉണ്ടായിരിക്കും. ദെൻ കൺസൾട്ട് എ ടാക്സ് അഡ്വൈസർ, പക്ഷേ എല്ലാവരും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെൽവേഴ്സ്ഡ് ആകണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കൺസൾട്ടൻ്റ് ഒരു ഇൻകം ടാക്സ് അഡ്വൈസറുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. ദെൻ വൈ ക്യാഷ് ട്രാൻസാക്ഷൻ, എന്തുകൊണ്ടാണ് ക്യാഷ് ട്രാൻസാക്ഷനെ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിക്വിഡ് ക്യാഷിലാണ് എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുക. ബ്ലാക്ക് മണി ഹൈഡ് ചെയ്തതും അല്ലെങ്കിൽ അതിനെ വൈറ്റാക്കി മാറ്റാനുള്ള ഡീലിങ്സും ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം സംഭവിക്കുന്നത് ലിക്വിഡ് ക്യാഷ് ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡീലിങ്സിൽ നിന്നും ഒഴിവായി നിൽക്കാൻ പറയുന്നത്. ദെൻ ഫ്രീക്വൻലി മിസ്യൂസ്ഡ് ഫോർ ടാക്സ് ഇവേഷൻ ആൻഡ് ബ്ലാക്ക് മണി, ഓൾറെഡി നമ്മൾ പറഞ്ഞു.
ആൻഡ് ദെൻ ലീഗൽ ലിമിറ്റ്സ് ഉണ്ട്. ലിക്വിഡ് ക്യാഷ് ട്രാൻസാക്ഷൻസിന് ഒബ്വിയസ്ലി ലീഗൽ ലിമിറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ കൂടുതലായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഫോക്കസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് വിത്ത് ദ പേഴ്സൺ ഹു ഈസ് ആക്ച്വലി യൂസിങ് ദാറ്റ് ക്യാഷ്. കൊടുക്കുന്ന ആളേക്കാളും വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാണ് എപ്പോഴും ലിക്വിഡ് ക്യാഷ് ഡീലിങ്സിൽ ഇഷ്യൂസ് വരുന്നത്. കാരണം ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജെന്യുവനായ ഒരു ഡീലിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒഴിവാക്കി ഡിജിറ്റൽ മോഡിൽ പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുകയും കൊടുക്കുകയൊക്കെ ചെയ്യാം. ദെൻ ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷൻസ് പ്രകാരമാണ് ഡീൽ ചെയ്യപ്പെടുന്നത്. നമ്പർ 1 സെക്ഷൻ 2 സബ്സെക്ഷൻ 47A പ്രകാരം ക്രിപ്റ്റോ കറൻസി, NFT പോലുള്ള വെർച്വൽ ഡിജിറ്റൽ അസറ്റുകൾക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദെൻ സെക്ഷൻ 194S പ്രകാരം 1% ഓൺ TDS, ക്രിപ്റ്റോ കറൻസികൾ മേൽ ഒരു ഇൻകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 1% നമ്മൾ TDS കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സെക്ഷൻ 115 BBH പ്രകാരം നമ്മുടെ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൻ്റെ പ്രോഫിറ്റിന്മേൽ 30% നമ്മൾ ടാക്സ് കൊടുക്കണം. ഇതും ഇവേഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ നോട്ടീസ് അണ്ടർ ദി ഇൻകം ടാക്സ് റൂൾസ്. ദെൻ ITR ഫോംസ് നൗ ഇൻക്ലൂഡ് എ ഡെഡിക്കേറ്റഡ് VDA ഡിസ്ക്ലോസർ സെക്ഷൻ. നമുക്ക് എങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു വെർച്വൽ ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി കാണിക്കാനായിട്ട് ഇപ്പോൾ ITR ഫോമുകളിൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുക. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് മോണിറ്റേഴ്സ് എക്സ്ചേഞ്ചസ് ആൻഡ് വാലറ്റ്സ് വിയ പാൻ ആധാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മുടെ പാനും ആധാറൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമുക്കത് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതും ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു വെർച്വൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ രീതിയാണ്. സോ ഇനി ഈ പറയുന്ന രീതിയിൽ ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കൃത്യമായൊരു റിപ്ലൈ അയക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ടാക്സ് പോർട്ടൽ ത്രൂ. ഇനി അതല്ല, ഇത് ഹൈഡ് ചെയ്യപ്പെടും, നമ്മൾ ഇൻറ്റൻഷനലി ചെയ്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റിയും പണിഷ്മെൻറ്റ്സും കാര്യങ്ങളോട്ടൊക്കെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും സേഫായിട്ടിരിക്കുക. അതിന് ഏറ്റവും നന്നായിട്ട് പറ്റുന്നൊരു കാര്യം നമ്മൾ നിയമം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ത്രസ്ഹോൾഡുകൾ, ഏതൊക്കെ കവർ ചെയ്താലാണ് നമുക്ക് ക്വസ്റ്റ്യനബിൾ ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും എൻട്രി കൊമേഴ്സിനെ ഫോളോ ചെയ്യാം. താങ്ക്